വളരെ വളരെ സ്നേഹമുള്ള നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, ഫാമിലിയിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി മറ്റൊരാളുമായിട്ട് ബന്ധത്തിലാവുന്നു. ഈ പെൺകുട്ടിക്ക് അറിയാം ഇയാൾ ഇത്തരത്തില് ഒരു മോശ സ്വഭാവമുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയത്? അപ്പോൾ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോജിക്കലി ആണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്, അല്ലെ? ഇത്തരം ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാള് ഈ മോശ സ്വഭാവമുള്ള ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് ആളുടെ പിറകെ പോയിട്ട് യാതൊരു കാര്യമില്ല എന്നൊക്കെ നമുക്ക് ലോജിക്കലി നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ അട്രാക്ഷൻ വരുന്നത് നമ്മുടെ ഒരു ഇമോഷണൽ പാർട്ടിൽ നിന്നാണ്. ഈ ഇമോഷണൽ പാർട്ടിലാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുള്ളത്? നമ്മുടെ ഒരുപാട് ഓൾഡ് മെമ്മറീസ് ഉള്ളത്, നമ്മുടെ അൺഹീൽഡ് വൂൺസ് കിടക്കുന്നത്, നമ്മുടെ അൺമെറ്റ് നീഡ്സ് കിടക്കുന്നത് എല്ലാം നമ്മുടെ ഈ ഒരു ഇമോഷണൽ പാർട്ടിലാണ്. ആക്ച്വലി ഈ ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഒരു വ്യക്തിയോടല്ല, ആ ഒരു സിമിലർ പാറ്റേണിനോടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷണലി നെഗ്ലക്റ്റ് അനുഭവിച്ചിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരിക്കാം. അവരുടെ പാരൻസ് ഒരു പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പാരന്റിങ് നടത്തിയിട്ടുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് മാത്രം ലഭിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയായിരിക്കും അത്. അല്ലെങ്കിൽ ഒരുപാട് ട്രോമാസ് അവർ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരുപാട് സ്ട്രഗിൾസിലൂടെ, ലവ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സ്ട്രഗിൾസിലൂടെ ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതൊരുപാട് ഒരു ഇൻകൺസിസ്റ്റൻസി നിറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയായിരിക്കും ഇത്. അപ്പോൾ അവരുടെ ബ്രെയിനിന് ഫെമിലിയർ ആയിട്ടുള്ളത് എന്താണ്? ലവ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആണ്, വളരെ കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ അതൊരു ഇൻകൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം പാറ്റേൺസ് ആണ് ആ ഒരു ബ്രെയിൻ ഫെമിലിയർ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹസ്ബൻഡ് വളരെ നല്ല രീതിയിൽ സ്നേഹം കൊടുത്ത് കെയറിങ് കൊടുത്തൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതിലൊന്നും തന്നെയും അവര് സാറ്റിസ്ഫൈഡ് ആവില്ല. അവര് അൺകോൺഷ്യസ്ലി അവര് തേടുന്നത് എന്തായിരിക്കും? ഇത്തരം ഒരു പാറ്റേൺ ആയിരിക്കും. മനസ്സിലായോ?